ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മൾ എല്ലാവരും പലപ്പോഴായി പല പ്രശ്നങ്ങൾക്കിടയിലൂടെ കടന്നു പോകാറുണ്ടല്ലേ. എന്നാൽ ഒന്നിനു പിറകെ ഓരോന്നായി പ്രശ്നങ്ങൾ മാത്രമാണ് വരുന്നതെങ്കിലോ അത് അതിജീവിക്കാൻ കുറച്ചധികം പ്രയാസമായിരിക്കും. ഇവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഒളിക്കാൻ ശ്രമിച്ച നമ്മുടെ കഥാനായകൻ കൊയ്ച്ചി ഷിക്ഷിമയ്ക്ക് മുൻപിൽ അതിലും വലിയ പ്രശ്നമായി വന്നത് സാക്ഷാൽ ഗോഡ്സില്ലയായിരുന്നു. ഗോഡ്സില്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടാകും. എന്നാൽ പതിവിലും വ്യത്യസ്തമായ രീതിയിൽ ജപ്പാനകത്തും ലോകമെമ്പാടും തന്നെ നിരൂപക ശ്രദ്ധ നേടിയ, ഏറ്റവും വലിയ തോതിൽ സാമ്പത്തിക വിജയവും നേടിയ 2023 പുറത്തിറങ്ങിയ ഗോഡ്സില്ല -1 എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഏറ്റവും മികച്ച വിഷ്വൽ എഫക്റ്റുകൾക്കുള്ള 2024 ഓസ്കാർ പുരസ്കാരവും ഈ ചിത്രം നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ശ്രദ്ധേയകരമായ കാര്യം കൂടിയാണ്. അപ്പൊ അങ്ങനെ നമ്മ ഈ സിനിമക്കുള്ളിലേക്ക് കടക്കുകയല്ലേ. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ ഓഡോ ദ്വീപിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മുടെ കഥാനായകൻ ഷിക്ഷിമ അവന്റെ വിമാനം എന്തോ തകരാറിലായതുകൊണ്ട് ഓഡോ ദ്വീപിലെ നേവി ബേസിൽ ലാൻഡ് ചെയ്യുന്നു. അവിടെയുള്ള വർക്കേഴ്സ് എല്ലാം വിമാനം ചെക്ക് ചെയ്ത ശേഷം അവരുടെ ഹെഡ് മെക്കാനിക്കായ നമ്മുടെ ടാച്ചിബാന ചേട്ടനോട് പറയുന്നത് എഞ്ചിനെല്ലാം ഓക്കെയാണ്, ഒരു തകരാറുമില്ല എന്നായിരുന്നു. സോ ടാച്ചിബാന ചേട്ടൻ അതിനെക്കുറിച്ച് ഷിക്ഷിമയോട് പറയുമ്പോൾ അവർ തമ്മിൽ മുൻ പരിചയമുള്ളതായി നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ ആ വിമാനത്തിന് ഒരു തകരാറുമില്ല. യുദ്ധത്തിൽ ഒരു ചാവേറായിരുന്നു ഷിക്ഷിമ. എന്നാൽ സ്വയം മരണത്തിലേക്ക് പോകാൻ അവന് പേടിയായതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ചെയ്ത ഫേക്ക് ഡ്രാമയായിരുന്നു ഈ വിമാന തകരാറും ഇവിടേക്കുള്ള ലാൻഡിങ്ങും. യുദ്ധത്തിൽ ജയിക്കില്ല എന്നുറപ്പാകുമ്പോൾ അഭിമാനത്തോടെ മരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിനുശേഷം ഷിക്ഷിമ മനസ്സുമടുത്ത് ഒറ്റയ്ക്ക് വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്നു. കുറെ മീനുകൾ മുകളിലേക്ക് പൊങ്ങിവരുന്നത് കാണുമ്പോൾ മുമ്പൊരിക്കലും കാണാത്ത വിധത്തിലുള്ള ഒന്നായിരുന്നല്ലോ അതെന്ന് ചിന്തിക്കുന്നു. പിന്നീട് നേരം ഇരുട്ടുകയാണ്. ഒരു വലിയ അലാം ശബ്ദം അപകട സൂചനയായി കേൾക്കുമ്പോൾ അവരെല്ലാം ഭയന്ന് പുറത്തേക്ക് നോക്കുന്നു. അവിടെ ആ വെളിച്ചത്തിൽ ഭീമാകാരനായ ഒരു ജീവിയെ കണ്ട് അവർ ഭയക്കുമ്പോൾ അതിലൊരാൾ അത് ഗോഡ്സില്ലയാണെന്ന് പറയുന്നു. ഇവിടെ ഓഡോ ദ്വീപിലെ ആളുകൾ ഈ ജീവിയെ വിളിക്കുന്ന പേരാണ് ഗോഡ്സില്ല. ഇത് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷിക്ഷിമ നേരത്തെ കടലിൽ കണ്ട മീനുകൾ ഗോഡ്സില്ല വരുന്നതിന്റെ ഒരു സൂചനയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗോഡ്സില്ല അവരെ ആക്രമിക്കാനായി മുന്നോട്ട് വരുമ്പോൾ അവരെല്ലാം പേടിച്ച് ഒളിച്ചിരിക്കുന്നു. അതിനുശേഷം ടാച്ചിബാന ചേട്ടനൊരു ബുദ്ധി തോന്നി. ചേട്ടൻ ഷിക്ഷിമയെ അവന്റെ വിമാനത്തിലേക്ക് വിടുന്നു. അതൊരു യുദ്ധവിമാനമായതുകൊണ്ട് അതിലെ വെപ്പൺ ഉപയോഗിച്ച് ഗോഡ്സില്ലയെ നേരിടാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ അവിടെയുള്ള എല്ലാവരും മെക്കാനിക്കുകൾ ആയതുകൊണ്ട് ഷിക്ഷിമയ്ക്ക് ആ ദൗത്യം കൊടുക്കുകയാണ് ചെയ്തത്. ഷിക്ഷിമ ഒരു പട്ടാളക്കാരനാണെങ്കിലും അവന് ഒന്നിനുമുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വിമാനത്തിൽ കയറുന്നുണ്ടെങ്കിലും ഗോഡ്സില്ല മുന്നോട്ട് അടുത്തേക്ക് വരുമ്പോൾ അവൻ പേടിച്ചു വിറച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു. എന്നാൽ ഗോഡ്സില്ല ഞങ്ങളുടെ നേർക്കാണ് വരുന്നതെന്ന് കാണുന്ന കുറച്ചു മെക്കാനികൾ രണ്ടും കൽപ്പിച്ച് തുരുതുരാ വെടിവെക്കുന്നു. ഇതൊന്നും തന്നെ ഗോഡ്സില്ലയുടെ ശരീരത്തിൽ ഏൽക്കുന്നതേയില്ലട്ടോ. എന്നാൽ അതോടുകൂടി ദേഷ്യത്തിലാകുന്ന ഗോഡ്സില്ലയുടെ ആക്രമണം ഒരു യുദ്ധത്തേക്കാൾ ഭയാനകമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവയെല്ലാം തന്നെ ജീവനിൽ ഭയന്നോടി. പക്ഷെ അവരെയെല്ലാം തന്റെ ഭീമാകാരമായ ശരീരം ഉപയോഗിച്ച് ഗോഡ്സില്ല ഞെരിച്ചമർത്തിയപ്പോൾ ഒറ്റ രാത്രിയിൽ പൊലിഞ്ഞത് ഒരുപാട് ജീവനുകളായിരുന്നു. നേരം വെളുക്കുമ്പോൾ അവിടെ ജീവനറ്റവരുടെ മൃതദേഹം കൂട്ടിയിടുന്ന ടാച്ചിബാന ചേട്ടനെ കാണുന്നു. ഷിക്ഷിമ അത് കാണുമ്പോൾ അവിടേക്ക് വരുന്നു. ടാച്ചിബാന ചേട്ടനെ ദേഷ്യം അടക്കാനാവുന്നില്ല. കാരണം ഇന്നലെ രാത്രി ഷിക്ഷിമ വെടിവെച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നായിരുന്നു ടാച്ചിബാന ചേട്ടൻ വിശ്വസിച്ചിരുന്നത്. പിന്നീട് കാണുന്നത് ഒരു വലിയൊരു കപ്പലാണ്. അതിൽ ഒരുപാട് ആളുകൾക്കിടയിൽ നമ്മുടെ ഷിക്ഷിമയുമുണ്ട്. കുറ്റബോധം കൊണ്ട് അവന്റെ തല താഴ്ന്നിരുന്നു. ദേഷ്യമടക്കാനാകാതെ ടാച്ചിബാന ചേട്ടൻ അന്ന് മരിച്ചവരുടെ എല്ലാം കുടുംബങ്ങളുടെ ഫോട്ടോസ് ഷിക്ഷിമയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഷിക്ഷിമ അവന്റെ നാടായ ടോക്കിയോയിൽ എത്തുകയാണ്. യുദ്ധത്തിൽ നശിച്ച കുറേ വീടുകളും എല്ലാം നഷ്ടപ്പെട്ട കുറച്ചു മനുഷ്യരെയുമാണ് കാണുന്നത്. ഇതെല്ലാം കണ്ട് വിഷമിച്ചു നിൽക്കുന്ന അവന്റെ അടുത്തേക്ക് സുമിക്കോ എന്നൊരു ചേച്ചി വരുന്നു. സുമിക്കോ അവനെ കാണുമ്പോൾ തന്നെ ഞെട്ടലോടെയും ദേഷ്യത്തോടെയും ചോദിക്കുന്നത് നീ ഒരു ചാവേറായിരുന്നിട്ടും എങ്ങനെ ജീവനോടെ നിൽക്കുന്നു എന്നായിരുന്നു. മാത്രമല്ല അവനെ പോലുള്ള ഭീരുക്കൾ കാരണമാണ് യുദ്ധത്തിൽ അവസാനം ഷിക്ഷിമയുടെ മാതാപിതാക്കളും സുമിക്കോ ചേച്ചിയുടെ മക്കളും മരിച്ചതെത്രേ. ജീവനോടെ തിരിച്ചു വരാൻ പറഞ്ഞയച്ച മാതാപിതാക്കൾ അവൻ തിരിച്ചു വന്നപ്പോൾ ജീവനോടെയില്ല എന്ന സത്യം
ഷിക്ഷിമയെ ഒത്തിരി വിഷമിപ്പിച്ചു. പിന്നീട് കാണുന്നത് അവിടെയുള്ള ഒരു മാർക്കറ്റിൽ ഭക്ഷണം കഴിച്ചു നിൽക്കുന്ന ഷിക്ഷിമയുടെ മുൻപിലേക്ക് ഒരു പെൺകുട്ടി ഓടി വരുന്നു. പുറകെ അവളെ കള്ളി എന്ന് വിളിച്ച് കൂവി കുറെ ആളുകളും ഉണ്ടായിരുന്നു. അവളെ ബ്ലോക്ക് ചെയ്യാനായി ഷിക്ഷിമ മുൻപിൽ വന്നു നിൽക്കുന്നുണ്ടെങ്കിലും അവന്റെ കയ്യിലേക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണിയിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് ഏൽപ്പിച്ച് അവൾ ഓടിപ്പോയി. എന്താണ് തന്റെ കയ്യിലുള്ളതെന്ന് നോക്കുന്ന അവൻ കാണുന്നത് ഒരു കുഞ്ഞിനെയായിരുന്നു. ആ കുഞ്ഞിനെ എന്തു ചെയ്യണമെന്നറിയാതെ കുറച്ചുനേരം അവൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിനെ അവിടെ ബെഞ്ചിൽ വെച്ച് അവൻ എഴുന്നേറ്റു പോകുന്നു. എന്നാൽ അങ്ങനെ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഷിക്ഷിമയ്ക്ക് മനസ്സ് വരുന്നില്ല. അവൻ അതിനെ എടുത്തുകൊണ്ട് മുൻപോട്ട് നടക്കുമ്പോൾ അപ്പുറത്ത് ഒളിച്ചിരുന്ന ആ പെൺകുട്ടി കുഞ്ഞിനെ തിരികെ വാങ്ങുന്നു. അവളുടെ പേരാണ് നോറിക്കോ. ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മനസ്സു വരാത്ത ഷിക്ഷിമ ഒരു നല്ല മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കുന്ന നോറിക്കോ അവന്റെ പിന്നാലെ കൂടുന്നു. അങ്ങനെ അവന്റെ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴാണ് അവൾ ആ സത്യം പറയുന്നത്. ആക്ച്വലി ആ കുഞ്ഞ് അവളുടേതല്ല. യുദ്ധത്തിൽ അവളുടെ കുടുംബം അവൾക്ക് നഷ്ടപ്പെട്ടു. അവിടെ വെച്ച് മരിക്കാൻ കിടന്ന ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ നോറിക്കോയുടെ കയ്യിൽ കൊടുത്തിട്ട് നോക്കണമെന്നാവശ്യപ്പെട്ടു. അല്ലാതെ അവളും ആ കുഞ്ഞുമായി യാതൊരു രക്തബന്ധവുമില്ല. ആ കുഞ്ഞിന്റെ പേരാണ് ആക്കിക്കോ. ഈ കഥയെല്ലാം പറഞ്ഞിട്ട് അവൾ നൈസായി ഷിക്ഷിമയുടെ വീടിനുള്ളിൽ കയറിക്കിടക്കുന്നു. കുറച്ചധികം നന്മയൊക്കെ മനസ്സിലുള്ളതുകൊണ്ടാകാം അവരെ അവിടെ നിന്ന് ഇറക്കിവിടാൻ അവനും തോന്നിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതിന് നമ്മുടെ സുമിക്കോ ചേച്ചി അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സുമിക്കോ ചേച്ചി ആ കുഞ്ഞിനെ പാലൂട്ടുകയും അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന അവസാന അരിമണിയും കുഞ്ഞിനായി കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം കാണുന്നത് ഒരു മഴയുള്ള ഒരു ദിവസം നനഞ്ഞു കുളിച്ച് വീട്ടിലേക്ക് വരുന്ന ഷിക്ഷിമയാണ്. അവന് പുതിയ ജോലിയൊക്കെ കിട്ടി. ആ കാര്യം നോറിക്കയോട് പറയുകയാണ്. വളരെയധികം ശമ്പളമുള്ള ജോലിയാണ്. എന്നാൽ ജീവനാപത്തുള്ള ഒരു ജോലിയാണെന്ന് അറിയുമ്പോൾ നോറിക്കോ വിഷമിച്ച് പൊട്ടിത്തെറിക്കുന്നുണ്ട്. കാരണം ഇതിനോടകം അവർ ഒരു കുടുംബം പോലെയായി മാറി. ഈ 3 വയർ നിറയ്ക്കാനായി ഷിക്ഷിമയ്ക്ക് ഇപ്പോഴൊരു ജോലി ആവശ്യമാണ്. ജോലി എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിന്റെ സമയത്ത് 2 രാജ്യങ്ങളും കടലിൽ ആയിരക്കണക്കിന് മൈനുകൾ ഇട്ടിരുന്നു. അതെല്ലാം എടുത്തുമാറ്റാനായി സർക്കാർ ആളുകളെ നിയമിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരാപത്തും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം നിർമ്മിച്ച ബോട്ടുകളിലായിരിക്കും യാത്ര എന്ന് കരുതി ഷിക്ഷിമ ജോലി സ്ഥലത്തെത്തുമ്പോൾ അമ്പരക്കുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്നത് തടിയിൽ തീർത്ത ഒരു കൊച്ചു ബോട്ടായിരുന്നു. പോരാത്തതിന് അവന്റെ കൂടെ ജോലി ചെയ്യാനായി 3 പേരും ഉണ്ടായിരുന്നു. ഷിക്ഷിമ ഒരു ഫൈറ്റർ പൈലറ്റ് ആയിരുന്നു എന്ന് കേൾക്കുമ്പോൾ അതിലൊരാൾക്ക് അവനെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. എന്നാൽ മറ്റൊരാൾ ഈ ബോട്ടൊക്കെ കണ്ടിട്ട് ഷിക്ഷിമയുടെ മുഖത്ത് വന്ന ഭയം മനസ്സിലാക്കി അവനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അമേരിക്കക്കാരും ജപ്പാൻകാരും കൂടെ ചേർന്ന് 60,000 മൈനുകൾ കടലിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും അപകടം അമേരിക്കക്കാരുടെ മാഗ്നറ്റിക് മൈനുകളാണ്. അപ്പോൾ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ബോട്ട് അടുത്തുകൂടി പോയാൽ അത് പൊട്ടുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അത് കൂടുതൽ അപകടകരമായിരിക്കും. അതുകൊണ്ടാണ് തടി കൊണ്ടുണ്ടാക്കിയ ബോട്ടുകൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് യുദ്ധത്തിൽ നേവിക്ക് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്ന നോഡയായിരുന്നു. ഇദ്ദേഹത്തെ മറ്റുള്ളവർ ബുദ്ധിജീവി എന്നാണ് വിളിച്ചിരുന്നത്. കൂട്ടത്തിലുള്ള മറ്റൊരാൾ ബോട്ടിന്റെ ക്യാപ്റ്റൻ ആക്കിറ്റ്സും പിന്നൊരു ചെറിയ പയ്യൻ മിസുഷിമയുമായിരുന്നു. മിസുഷിമയ്ക്ക് അധികം പ്രായമില്ലാത്തത് കൊണ്ട് തന്നെ അവനെ ഒരു കൊച്ചുകുട്ടിയെയാണ് അവർ കൺസിഡർ ചെയ്തിരുന്നത്. അവനത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. അവൻ യുദ്ധത്തിലൊന്നും പോകാത്തത് കൊണ്ടാണ് എല്ലാവരും തന്നെ കളിയാക്കുന്നത് എന്ന ചിന്തയും മിസുഷിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി ഇവരുടെ ജോലി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അവിടെ 2 ബോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഒരേപോലുള്ള തടിയിൽ തീർത്ത 2 എണ്ണം. ഒന്ന് ഷിൻസൈ മാറുവും രണ്ടാമത്തെ ബോട്ട് കൈഷിൻ മാറുവും. ഈ 2 ബോട്ടുകളും പാരലായി കടലിലൂടെ പോകുമ്പോൾ ഇതിനടിയിലുള്ള കട്ടർ ഘടിപ്പിച്ച കേബിൾ കടലിന്റെ അടിത്തടിയിലുള്ള മൈനുകളുടെ വയർ മുറിച്ചെടുക്കും. അങ്ങനെ മൈനുകൾ മുകളിലേക്ക് പൊങ്ങി വരും. ഇങ്ങനെ വരുന്ന മൈനുകളെ ഷൂട്ട് ചെയ്ത് നശിപ്പിക്കലായിരുന്നു ഷിക്ഷിമയെ ഏൽപ്പിച്ച ജോലി. അവൻ വളരെ പെട്ടെന്ന് തന്നെ തന്റെ ജോലി അനായാസം ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരും അമ്പരക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെത്തിയ ഷിക്ഷിമ ഉറക്കത്തിൽ കാണുന്നത് ഗോഡ്സിലയെയും അതാക്രമിച്ച് മരിച്ചുപോയ ഓഡോ ദ്വീപിലെ പാവം മെക്കാനിക്കുകളെയുമായിരുന്നു. ആ നശിച്ച രാത്രിയും താനാണ് അവരുടെ മരണത്തിന് കാരണമെന്ന കുറ്റബോധവും അവനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. സ്വയം തിരിച്ചറിയാനാവാത്ത രീതിയിൽ അതവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. മരിച്ചുപോയവരുടെ കുടുംബത്തിന്റെ ഫോട്ടോസ് അവനെ സ്വബോധത്തിലേക്ക് എത്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 1946 ജൂലൈയിൽ ബിക്കിനി അഡോളിൽ അമേരിക്ക ന്യൂക്ലിയർ ബോംബുകൾ കടലിൽ പരീക്ഷിക്കുന്നതാണ്. ഇതെല്ലാം കാരണം നമ്മുടെ ഗോഡ്സിലയ്ക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതും കാണാം. അങ്ങനെ നാളുകൾ കടന്നു പോകുന്നു. ഷിക്ഷിമയുടെ ജോലിയും ഇപ്പോൾ നന്നായി പോകുന്നുണ്ട്. നല്ല വരുമാനം
വരുമാനം കിട്ടുന്ന ജോലിയായതുകൊണ്ട് തന്നെ അവന്റെ ജീവിതവും മെച്ചപ്പെടുന്നു. പുതിയ വീടൊക്കെ വെച്ച് അവർ 3 പേരും ഇപ്പോൾ ഒരു കുടുംബം പോലെ ഹാപ്പിയായി ജീവിക്കുന്നു. ഇതിനിടയിൽ ഷിക്ഷിമ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിക്കുന്നു. അവിടെ വെച്ച് അവന്റെ കൂട്ടുകാർ നോറിക്കോയെ കാണുമ്പോൾ ഇവർ ഒരു കുടുംബമാണെന്ന് കരുതുന്നു. എന്നാൽ അങ്ങനെയല്ല, അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഷിക്ഷിമ അവരെ തിരുത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചുകൂടെ എന്ന് അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഷിക്ഷിമ ഇപ്പോൾ അതിനൊന്നും തയ്യാറല്ല. ഇപ്പോൾ വർഷം 1947 മാർച്ചായി. ടോക്കിയോ ആകെ മാറി പഴയ രീതിയിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നോറിക്കോയ്ക്കും പുതിയൊരു ജോലി ശരിയായിട്ടുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ഗിൻസിയ എന്ന നഗരത്തിൽ ഒരു ഓഫീസിലാണ് ജോലി. ഇതറിയുന്ന ഷിക്ഷിമയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും അവൻ ആക്കിക്കോയുടെ കാര്യമെല്ലാം പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ട്. കുഞ്ഞിനെ സുമിക്കോ ചേച്ചി നോക്കുമെന്നും മാത്രമല്ല നോറിക്കോ ഇവിടെ നിന്നാൽ ഷിക്ഷിമയ്ക്ക് ഒരിക്കലും പെണ്ണ് കിട്ടില്ല എന്നൊക്കെ അവൾ പറയുന്നു. അവളുടെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയാവാൻ അവൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് അവൻ ഇതെല്ലാം സമ്മതിച്ചു. ഇതേസമയം പസഫിക് യുദ്ധക്കപ്പലായ USS ലങ്കാസ്റ്ററിനെ ഒരു അജ്ഞാത ശത്രു നശിപ്പിച്ചു. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. പസഫിക് സമുദ്രത്തിൽ ഭീമാകാരനായ കടൽ ജീവിയെ പിന്തുടർന്ന USS റെഡ് ഫിഷ് എന്ന കപ്പൽ ജീവിയുടെ ഫോട്ടോ എടുത്തതിനു ശേഷം ആക്രമിക്കപ്പെടുകയും മുങ്ങുകയും ചെയ്തു. അത് നമ്മുടെ ഗോഡ്സില്ല തന്നെയായിരുന്നു. കപ്പലിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെ ഉയർന്ന തോതിൽ റേഡിയേഷനും കണ്ടെത്തിയിരുന്നു. ഇനി ഗോഡ്സിലയുടെ ലക്ഷ്യം ജാപ്പനീസ് ദ്വീപാണെന്നും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ജപ്പാനിലെത്തുമെന്നും അറിയാൻ സാധിക്കുമ്പോൾ അമേരിക്കയും സോവിയറ്റ് യൂണിയനുമെല്ലാം ജപ്പാനെ കൈയൊഴിയുന്നു. ജപ്പാന്റെ പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്താനാണ് അവർ അറിയിക്കുന്നത്. പിന്നീട് നമ്മൾ ഷിക്ഷിമയെയും കൂട്ടരെയും കാണുമ്പോൾ അവർ ജോലിക്കിടയിൽ തകർന്ന് തരിപ്പണമായ ഒരു കപ്പൽ കാണുന്നു. അതുകണ്ട് അന്തം വിടുമ്പോൾ അതൊരു സ്രാവോ തിമിംഗലമോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ ആയുധമോ കാരണം നശിഞ്ഞതാണോ എന്നവർ സംശയിക്കുന്നുണ്ട്. എന്നാൽ ഗോഡ്സിലയുടെ കഴിവുകൾ നേരിട്ട് കണ്ട നമ്മുടെ ഷിക്ഷിമ അവർക്ക് അതിനെക്കുറിച്ചും ഓഡോ ദ്വീപിലെ കൂട്ടക്കൊലയെക്കുറിച്ചും വിശദീകരിച്ചു കൊടുക്കുന്നു. ഷിക്ഷിമ ഒരു ചാവേർ പൈലറ്റായിരുന്നു എന്ന് അവരെല്ലാം തിരിച്ചറിയുന്നത് അപ്പോഴായിരുന്നു. മാത്രമല്ല അന്ന് ഓഡോ ദ്വീപിൽ കണ്ട പോലെ സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള മീനുകൾ മുകളിലേക്ക് പൊങ്ങി വരുന്നു. അത് കാണുന്ന ഷിക്ഷിമയ്ക്ക് ഗോഡ്സില അവരുടെ നേർക്ക് വരുമെന്ന സൂചന കിട്ടുന്നുണ്ട്. ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ പയ്യനായ മിസുഷിമ നന്നായി പേടിക്കുന്നുണ്ട്. കാരണം അവരുടെ മുമ്പിൽ തകർന്നു കിടക്കുന്നത് വലിയൊരു യുദ്ധക്കപ്പലായിരുന്നു. ആ കപ്പലിന് പോലും ഈ അവസ്ഥയാണെങ്കിൽ അവരുടെ തടിയിൽ തീർത്ത ഈ കൊച്ചു ബോട്ടിന്റെ അവസ്ഥ പറയേണ്ടല്ലോ. നമ്മളെല്ലാം കുടുങ്ങിയെന്ന് പേടിക്കുന്ന മിസുഷിമയോട് നോഡ പറയുന്നത് ഒരാക്രമണം ഉണ്ടായാൽ നമ്മൾ കുറച്ചുനേരം പിടിച്ചു നിൽക്കണം എന്നായിരുന്നു. കാരണം സിംഗപ്പൂരിൽ നിന്നും യുദ്ധക്കപ്പലായ തക്കാവോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ബാക്കി അവൻ നോക്കിക്കോളും. എന്നാൽ അതുവരെ പൊരുതാനായി ഷിക്ഷിമയുടെയും കൂട്ടുകാരുടെയും അടുത്ത് ഒരു 13 mm ഗണ്ണും പിന്നെ 2 മൈനുകളാണ് ഉണ്ടായിരുന്നത്. ഈ ആശങ്കകളെല്ലാം പങ്കുവെച്ച് നിൽക്കുമ്പോഴാണ് കടലിൽ കൂടുതൽ മീനുകളെ അവർ കാണുന്നത്. ഉടനെ തന്നെ ക്യാപ്റ്റൻ അപായ സൂചന മുഴക്കുന്നു. കാരണം അവർക്ക് പാരലായി മറ്റൊരു ബോട്ട് കൂടി ഉണ്ടല്ലോ. ആ നിമിഷം അവരെല്ലാവരും സ്തംഭിച്ചു പോകുന്നു. കാരണം അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ കപ്പലിനെ തകർത്തുകൊണ്ടാണ് ഗോഡ്സില അവിടേക്ക് രംഗപ്രവേശനം ചെയ്തത്. പണ്ടത്തേക്കാൾ വലിപ്പവും ശക്തിയും കൂടിയ ഭീമാകാരനായ ഗോഡ്സില അത് നമ്മുടെ ഷിക്ഷിമയുടെ കപ്പലിനെ നേർക്ക് വരുമ്പോൾ അവർ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ മൈൻ ഗോഡ്സിലയുടെ നേർക്കെറിയുന്നു. ശേഷം അവർ ബോട്ടിലുണ്ടായിരുന്ന റിമോട്ട് വെച്ച് മൈൻ പൊട്ടിക്കുന്നു. എന്നാൽ ഗോഡ്സിലയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. അത് പൂർവാധികം ശക്തിയോടെ അവർക്ക് നേരെ വരുമ്പോൾ ഷിക്ഷിമ ഗോഡ്സിലയ്ക്ക് നേരെ വെടിവെക്കുന്നു. അപ്പോഴും അതിനൊരു പോറൽ പോലും ഏൽക്കുന്നേയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി. ബാക്കിയുണ്ടായിരുന്ന ഒരു മൈൻ അത് ഗോഡ്സിലയുടെ വായിലേക്കിടുന്നു. അത് പൊട്ടിക്കാൻ നോക്കുമ്പോഴാണ് മൈനിന്റെ കണക്റ്റിംഗ് വയർ പൊട്ടിയെന്ന് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിക്ഷിമ ഗോഡ്സിലയുടെ വായിലെ മൈനിനെ ലക്ഷ്യമായി വെടിവെക്കുന്നു. വലിയൊരു പൊട്ടിത്തെറിയിൽ ബോട്ടിലുള്ളവർക്ക് പോലും പരിക്കേൽക്കുന്നുണ്ടെങ്കിലും ഗോഡ്സിലേക്കുണ്ടായ മുറിവുകൾ പെട്ടെന്ന് തന്നെ ഹീലാവുന്നത് നമ്മൾക്ക് കാണാം. അങ്ങനെ പൂർവാധികം ശക്തി പ്രാപിച്ച് ഷിക്ഷിമയുടെ ബോട്ടിന് നേരെ വരാൻ തയ്യാറാവുന്ന ഗോഡ്സിലേക്ക് നേരെ വലിയൊരു ആക്രമണവുമായി നമ്മുടെ തക്കാവോ യുദ്ധക്കപ്പലെത്തുന്നു. അവർ ഗോഡ്സിലേക്ക് നേരെ തിരിയുമ്പോൾ ഗോഡ്സില തിരിച്ചും അവരെ ആക്രമിക്കുന്നു. എന്നാൽ ആ കപ്പലിൽ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടാങ്കുകൾ ഗോഡ്സിലയുടെ നേരെ വെടിയുതിർക്കുമ്പോൾ അത് കടലിനടിയിലേക്ക് ഒരു നിമിഷം പോകുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ ഗോഡ്സിലയുടെ നീല വെളിച്ചം കടലിൽ പ്രതിഫലിക്കുകയും കപ്പലിനെ വിഴുങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ആ സംഭവത്തിൽ ഗോഡ്സിലയ്ക്കും ഒത്തിരി പരിക്കുകൾ പറ്റി. ശേഷം അത് കടലിനുള്ളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പിന്നീട് നമ്മൾ ഷിക്ഷിമയെ കാണുന്നത് ഹോസ്പിറ്റലിലാണ്. ഷിക്ഷിമയ്ക്കും പയ്യനായ മിസുഷിമയ്ക്കുമാണ് നേരത്തെ ഉണ്ടായ ആക്രമണത്തിൽ പരിക്കുകൾ പറ്റിയത്. ബോധം വരുന്ന ഷിക്ഷിമയ്ക്ക് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഗോഡ്സിലയിൽ നിന്നും ടോക്കിയോയിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നതായിരുന്നു.
ജനങ്ങളെയെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കാനായി അവൻ തിടുക്കം കൂട്ടുമ്പോൾ നോഡ അവനോട് ആ സത്യം പറയുന്നു. ജനങ്ങളെ ഇതൊക്കെ അറിയിച്ചാൽ അവർ പരിഭ്രാന്തരാകും എന്ന കാരണത്താൽ ഗോഡ്സിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാനാണ് ഗവൺമെന്റ് തീരുമാനം. ഇതൊന്നും അംഗീകരിക്കാൻ അവൻ തയ്യാറാകുന്നില്ലെങ്കിലും വേറെ നിവൃത്തിയില്ലാത്തതിനാൽ അവൻ മൗനം പാലിക്കുന്നു. എന്നാൽ തിരിച്ച് വീട്ടിലെത്തുന്ന ഷിക്ഷിമയ്ക്ക് നോറിക്കോയോടെല്ലാം തുറന്നു പറയേണ്ടി വരുന്നു. ഗോഡ്സിലയെക്കുറിച്ചറിയുന്ന നോറിക്കയ്ക്ക് പേടിയാകുന്നുണ്ടെങ്കിലും അവളെ കൂടുതൽ വിഷമിപ്പിച്ചത് ഷിക്ഷിമയുടെ ഇപ്പോഴത്തെ അവസ്ഥയായിരുന്നു. അവന്റെ പഴയ ഓർമ്മകളും കുറ്റബോധവും അവനെ കൂടുതൽ മോശം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന നോറിക്ക അവനെ ഒത്തിരി ആശ്വസിപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന ഷിക്ഷിമയ്ക്ക് നൊറീക്കയെയും കുഞ്ഞിനെയും കാണുമ്പോൾ അവരുടെ കൂടെ ജീവിക്കാൻ ഒരാഗ്രഹം തോന്നുന്നുണ്ട്. അതേ ദിവസം തന്നെ ഗോഡ്സില കൂടുതൽ ശക്തിയോടെ അവന്റെ ആക്രമണം തുടരുന്നു. മറ്റൊരു കപ്പലിനെ തകർത്തുകൊണ്ട് ഗോഡ്സില വരുന്നത് നോറിക്കോ ജോലി ചെയ്യുന്ന ഗിൻസയിലേക്കായിരുന്നു. റേഡിയോയിലൂടെ ഈ മുന്നറിയിപ്പ് വാർത്തറിയുമ്പോൾ ഷിക്ഷിമ നന്നായി ഭയക്കുന്നു. ഷിക്ഷിമ ഭയന്ന പോലെ തന്നെ ഗോഡ്സിലയുടെ ആക്രമണം അതിശക്തമായിരുന്നു. നോറിക്കോ യാത്ര ചെയ്തിരുന്ന ട്രെയിൻ കടിച്ചെടുത്ത് ഗോഡ്സില്ല മുന്നോട്ട് നടക്കുമ്പോൾ അതിലെല്ലാ ബോഗികളും താഴേക്ക് വീണ് തവിട് പൊടിയായി. എന്നാൽ ഗോഡ്സില്ലയുടെ വായിലുണ്ടായിരുന്ന ബോഗിലായിരുന്നു നമ്മുടെ നോറിക്കോ ഇരുന്നിരുന്നത്. അവൾ പേടിച്ച് കരയുന്നു. അധിക നേരം അവിടെ പിടിച്ചിരിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ട്രെയിനിലെ ഒരു കമ്പിയിൽ തൂങ്ങിയാണ് ഇപ്പോൾ നോറിക്ക കിടക്കുന്നത്. താഴെ വെള്ളം കാണുമ്പോൾ അവൾ അതിലേക്ക് ചാടുന്നു. തലനാരിഴയ്ക്ക് തന്റെ ജീവൻ രക്ഷിക്കാൻ അവൾക്ക് സാധിച്ചു. ഇതെല്ലാം വീഡിയോ എടുത്തുകൊണ്ട് കുറച്ച് റിപ്പോർട്ടേഴ്സ് ഒരു കെട്ടിടത്തിന് മുകളിൽ ഉണ്ടായിരുന്നു. അവർ നിൽക്കുന്ന കെട്ടിടമടക്കം അവിടെയുള്ള എല്ലാ പടുകൂറ്റൻ ബിൽഡിങ്ങുകളും ഗോഡ്സില തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു. അങ്ങനെ ഗോഡ്സില മുന്നോട്ട് നടക്കുമ്പോൾ അതിന് തൊട്ടു മുൻപിലായി ഓടുന്ന ജനങ്ങൾക്കിടയിൽ നോറിക്കോയും ഉണ്ടായിരുന്നു. ആ ജനക്കൂട്ടത്തിനിടയിൽ നിലത്ത് വീഴുന്ന നോറിക്കോയെ രക്ഷിക്കാനായി അവിടേക്ക് ഷിക്ഷിമയും എത്തുന്നു. അതേസമയം ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ എത്തിയ പട്ടാളക്കാർ ഗോഡ്സിലയെ വെടിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഗോഡ്സില നശിക്കുമെന്ന് സമാധാനിച്ച് നിൽക്കുന്ന ജനങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് ഗോഡ്സില അതിന്റെ ശക്തി മുഴുവൻ പുറത്തേക്കെടുക്കുന്നു. അതൊരു നീലപ്രകാശമായി അതിന്റെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നു. അങ്ങനെ വീണ്ടെടുത്ത ഫുൾ എനർജിയിൽ ഗോഡ്സില ആക്രമിക്കുമ്പോൾ ആ പൊട്ടിത്തെറിയിൽ ഗിൻസ എന്ന സ്ഥലം മുഴുവൻ തവിട് പൊടിയായി മാറുന്നു. ഇതിൽ നിന്ന് ഷിക്ഷിമയെ രക്ഷിക്കാനായി നോറിക്കോ അവനെ അവിടെ നിന്ന് സേഫായ ഒരു സ്ഥലത്തേക്ക് തള്ളിയിടുന്നു. എന്നാൽ അവൾ സ്വയം അവിടെ പെട്ടുപോവുകയാണ് ചെയ്തത്. ശേഷം ഒരു നിശബ്ദത മാത്രം. പുറത്തേക്ക് വന്ന് നോക്കുന്ന ഷിക്ഷിമ കാണുന്നത് നശിഞ്ഞുപോയ ഒരിടം മാത്രമായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ പോലും ബാക്കിയില്ല. നോറിക്കോ നഷ്ടപ്പെട്ട വിഷമവും ഗോഡ്സിലയോടുള്ള അവന്റെ ദേഷ്യവും മുഖത്ത് കാണാം. ഗോഡ്സില ആണെങ്കിൽ ഇതെല്ലാം ചെയ്ത ശേഷം അലറിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഗോഡ്സിലയുടെ ആക്രമണത്തിൽ 30,000-ലേറെ ആളുകൾ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഗോഡ്സില കടന്നുപോയ സ്ഥലത്തെ റേഡിയേഷൻ അവർക്കൊരു ഭീഷണിയായിരുന്നു. ആ റേഡിയേഷൻ മനുഷ്യന്റെ ജീവന് പ്രശ്നമായേക്കാമെന്നതും അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായിരുന്നു. ഇതേസമയം നോറിക്കോ നഷ്ടപ്പെട്ട വിഷമത്തിലായിരുന്നു ഷിക്ഷിമയും കൂട്ടുകാരും. ആക്കിക്കോ അമ്മയെ കാണാതെ സങ്കടത്തിലാവുന്നത് മനസ്സിലാക്കുന്ന സുമിക്കോ ചേച്ചി ആ കുഞ്ഞിനെ നോക്കാനായി മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ നോറിക്കോയുമായി ഒരു ജീവിതം മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഷിക്ഷിമയ്ക്ക് അവൻ പണ്ട് ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഇപ്പോഴും അനുഭവിക്കുന്നത് എന്ന സങ്കടം സഹിക്കാനാവുന്നില്ല. അവന് ഗോഡ്സിലയെ കൊല്ലാനുള്ള ആഗ്രഹം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ശേഷം കാണുന്നത് ബുദ്ധിജീവിയായ നോഡ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഗോഡ്സിലയെ നശിപ്പിക്കാനായുള്ള ഒരു മീറ്റിംഗിൽ ഷിക്ഷിമയടക്കം കുറേ പേർ പങ്കെടുക്കുന്നതാണ്. ഇവിടെയുള്ളവരെല്ലാവരും എക്സ് നേവിയാണ്. മീറ്റിംഗ് തുടങ്ങുമ്പോൾ സംസാരിക്കുന്നത് ഒരു യുദ്ധക്കപ്പലിലെ പഴയ ക്യാപ്റ്റനായിരുന്നു. ടോക്കിയോ നഗരത്തിൽ ഇപ്പോൾ വെല്ലുവിളിയായിരിക്കുന്നത് ഗോഡ്സില ആണല്ലോ. സോ ഇവിടെ പട്ടാളം വിന്യസിക്കുകയാണെങ്കിൽ അത് അമേരിക്കയും റഷ്യയും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് പട്ടാള സഹായമില്ലാതെ സാധാരണക്കാരായാണ് ഇവിടെ കൂടിയിരിക്കുന്നവർ ഗോഡ്സിലയെ നേരിടേണ്ടത്. എന്നാലും UN കൈമാറേണ്ടിയിരുന്ന 4 യുദ്ധക്കപ്പലുകൾ ഇവർക്ക് സഹായമായി ലഭിക്കും. ഇതെല്ലാം കേൾക്കുന്ന അവിടെ കൂടിയിരുന്നവർ ബഹളം വയ്ക്കുന്നു. കാരണം ഗോഡ്സിലയുടെ പവർ എന്താണെന്ന് എല്ലാവരും ഇപ്പോൾ കണ്ടറിഞ്ഞതാണ്. ആയുധങ്ങളില്ലാത്ത യുദ്ധക്കപ്പലുമായി ചെന്നാൽ ഗോഡ്സിലയെ തകർക്കാനാവില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണല്ലോ. അപ്പോൾ നമ്മുടെ ബുദ്ധിജീവിയായ നോഡ എല്ലാവരെയും ശാന്തരാക്കി തന്റെ പ്ലാൻ പറയുന്നു. നോഡയെ ഇങ്ങനെ കാണുന്ന പയ്യൻ മിസുഷിമയെല്ലാം അമ്പരക്കുന്നുമുണ്ട്. നോഡയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നോഡയും കൂട്ടരും ഗോഡ്സിലയുടെ എല്ലാ കഴിവുകളും കണ്ടറിഞ്ഞതാണല്ലോ. സോ കടലിന്റെ ഉപ്പുവെള്ളത്തിൽ അതിനെ പ്രഷറിലാക്കി കൊല്ലണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതിനവർ ആദ്യം ചെയ്യേണ്ടത് 1500 മീറ്റർ താഴ്ചയുള്ള സഗാമി കിടങ്ങിലേക്ക് ഗോഡ്സിലയെ എത്തിക്കുക എന്നതാണ്. ശേഷം ഗോഡ്സിലയുടെ ദേഹത്ത് ഫ്രീയോൺ സിലിണ്ടറുകൾ കെട്ടിയിട്ട് പതവരുത്തിക്കണം.
കുമിളകൾ കൊണ്ട് ഒരാവരണം അതിനു ചുറ്റും വരുമ്പോൾ ഗോഡ്സില താഴേക്ക് മുങ്ങിപ്പോകും. അപ്പോഴുണ്ടാകുന്ന മർദ്ദവ്യത്യാസം കാരണം അത് ഞെരിഞ്ഞമരും. കടലിന്റെ ശക്തി ഉപയോഗിച്ച് ഇതുപോലെ ഗോഡ്സിലയെ കൊല്ലാം എന്ന് നോഡ പറയുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരാളുടെ സംശയം അതൊരു കടൽ ജീവിയായതുകൊണ്ട് ഈ മർദ്ദമെല്ലാം അതിന് താങ്ങാൻ പറ്റില്ലേ എന്നായിരുന്നു. എന്നാൽ ഇതിനെല്ലാം വ്യക്തമായ ഉത്തരം പറയുന്ന നോഡയ്ക്ക് ഇതിലൂടെ ഗോഡ്സില മരിക്കുമെന്ന് ഉറപ്പു പറയാൻ സാധിക്കില്ലായിരുന്നു. അതുകേട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി തയ്യാറാകുന്ന ഷിക്ഷിമയെ തടയാൻ നോഡ അടുത്ത പ്ലാൻ കൂടി വ്യക്തമാക്കുന്നു. ഈ പ്രഷർ ഗോഡ്സില അതിജീവിക്കുകയാണെങ്കിൽ അടുത്തതായി നേവി വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ലെവിറ്റേഷൻ ഡിവൈസ് ഉപയോഗിച്ച് ഗോഡ്സിലയെ തിരിച്ച് ഉപരിതലത്തിലെത്തിക്കും. രണ്ട് മർദ്ദവും കൂടി താങ്ങാൻ ഗോഡ്സിലയ്ക്ക് പ്രയാസമായിരിക്കും. എന്നാൽ അപ്പോഴും ഗോഡ്സിലയുടെ മരണം ഉറപ്പാണോ എന്ന ചോദ്യം ബാക്കിയാവുമ്പോൾ ഈ പ്ലാനിൽ വിശ്വാസമില്ലാത്ത ചിലർ പിന്മാറുന്നു. അങ്ങനെ കുറച്ചുപേർ ഇറങ്ങിപ്പോകുമ്പോൾ ആദ്യം സംസാരിച്ച ക്യാപ്റ്റൻ അവരെ തടയുന്നില്ല. കാരണം ഇതിനു മുൻപുണ്ടായ യുദ്ധത്തെ അതിജീവിച്ചു വന്നവരാണ് എല്ലാവരും. ഇനിയും ഒരപകടത്തിലേക്ക് പോകാനായി അവർ ആരോടും ആജ്ഞാപിക്കുന്നില്ല. എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദം ഒന്ന് ശ്രമിച്ചു നോക്കുന്നതല്ലേ എന്ന് കൂട്ടത്തിലൊരാൾ പറയുമ്പോൾ അവിടെ ബാക്കിയുള്ളവർ ഈ പ്ലാനായി തയ്യാറെടുക്കുന്നു. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം ഷിക്ഷിമയും കൂട്ടുകാരും ഒരുമിച്ച് മദ്യപിക്കുന്നതിനിടയിൽ ഈ പ്ലാൻ ഫ്ലോപ്പ് ആകാൻ ചാൻസ് ഉണ്ടെന്ന കാര്യം അവർ ചർച്ച ചെയ്യുന്നു. സോ ഷിക്ഷിമയുടെ മനസ്സിൽ മറ്റൊരു പ്ലാൻ വരുന്നുണ്ട്. അവൻ അതിനായി നോഡയോട് ഒരു ഫൈറ്റർ ജെറ്റ് ആവശ്യപ്പെടുന്നു. അതുപയോഗിച്ച് ഗോഡ്സിലയെ വെടിവെക്കുമ്പോൾ അതിന് ദേഷ്യം വരികയും അങ്ങനെ സഗാമി കിടങ്ങിലേക്ക് ഗോഡ്സിലയെ എത്തിക്കാനാകുമെന്നുമായിരുന്നു ഷിക്ഷിമയുടെ ചിന്ത. എന്നാൽ ഗോഡ്സിലയ്ക്ക് അതിന്റെ വായിൽ നിന്ന് വരുന്ന തീജ്വാലയിലൂടെ ഒരു നഗരം വരെ ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഷിക്ഷിമ സ്വയം മരണത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണോ എന്ന് ഭയക്കുന്ന ക്യാപ്റ്റൻ ആക്കിറ്റ്സു അവനുമായി വഴക്കിടുന്നു. നോറിക്കോ മരിച്ചതിലുള്ള വിഷമവും പകയുമാണ് ഷിക്ഷിമയെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് ആക്കിറ്റ്സുവിന് മനസ്സിലാകുന്നു. നോറിക്കോയെ വിവാഹം കഴിച്ച് ജീവിച്ചാൽ പോരായിരുന്നോ എന്ന് ക്യാപ്റ്റൻ ദേഷ്യപ്പെടുന്നു. അവൾ അതാഗ്രഹിച്ചിരുന്നുവെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു. ഷിക്ഷിമയും അവളുമായൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവന്റെ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നായിരുന്നു അവന്റെ ന്യായം. പിന്നീട് നമ്മൾ കാണുന്നത് മറ്റൊരു ദിവസം നോഡയെ കാണാനായി ഒരിടത്തേക്കെത്തുന്ന ഷിക്ഷിമയെയാണ്. അവൻ ആവശ്യപ്പെട്ടതുപോലെ മികച്ചൊരു ഫൈറ്റർ ജെറ്റ് നോഡ കണ്ടെത്തി. പക്ഷേ ഇതുവരെ ഉപയോഗിക്കാതെ കിടന്നിരുന്നതുകൊണ്ട് അത് തുരുമ്പിച്ച് മോശമായ അവസ്ഥയിലായിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഇത് പറപ്പിക്കാനായി നല്ലൊരു മെക്കാനിക്കിനെ ആവശ്യമാണ്. അതിനായി ഷിക്ഷിമയുടെ മനസ്സിൽ വരുന്ന പേര് ടാച്ചിബാന ചേട്ടൻ്റെതായിരുന്നു. അതെ, കഥയുടെ തുടക്കത്തിൽ ഓഡോ ദ്വീപിൽ നമ്മൾ കണ്ട മെക്കാനിക് ടാച്ചിബാന ചേട്ടൻ. ടാച്ചിബാനയുടെ ഇപ്പോഴത്തെ അഡ്രസ് കണ്ടെത്താനായി ഷിക്ഷിമ കുറേ കഷ്ടപ്പെടുന്നെങ്കിലും അവനത് കിട്ടുന്നില്ല. അവസാനം ടാച്ചിബാന ചേട്ടൻ ഓഡോ ദ്വീപിൽ വരുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന സ്ഥലത്തെ അഡ്രസ് എല്ലാം കണ്ടെത്തി അവൻ കുറേ കത്തുകൾ പോസ്റ്റ് ചെയ്യുന്നു. ഇതിനിടയിൽ നോഡ മറ്റൊരു മെക്കാനിക്കിനെ നോക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ടാച്ചിബാന ചേട്ടൻ വരുമെന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഷിക്ഷിമ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ രാത്രി ഷിക്ഷിമയെ ഒരാൾ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു. ബോധം വരുമ്പോൾ മുന്നിലുണ്ടായിരുന്നത് നമ്മുടെ ടാച്ചിബാന ചേട്ടൻ തന്നെയായിരുന്നു. ആക്ച്വലി ടാച്ചിബാന ചേട്ടനെ ഇവിടെ എത്തിക്കാനായി അവൻ അയച്ച കത്തുകളിൽ ഓഡോ ദ്വീപിലെ കൂട്ടക്കൊലയ്ക്ക് കാരണം ടാച്ചിബാന ആണെന്നായിരുന്നു. ആ ദേഷ്യത്തിലാണ് ടാച്ചിബാന ചേട്ടൻ ഷിക്ഷിമയെ ഇങ്ങനെ ഉപദ്രവിച്ചത്. ടാച്ചിബാനയെ ദേഷ്യം പിടിപ്പിച്ചാൽ മാത്രമേ അയാൾ ഷിക്ഷിമയെ കാണാൻ എത്തുകയുള്ളൂ എന്ന് അവന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു കൊടുങ്കൈ ചെയ്തത്. തുടർന്ന് ഷിക്ഷിമ അവന്റെ ആവശ്യം ടാച്ചിബാന ചേട്ടനെ അറിയിക്കുന്നു. ആ ഫൈറ്റർ ജെറ്റ് ശരിയാക്കി തരാൻ ആദ്യം അയാൾ സമ്മതിക്കുന്നില്ലെങ്കിലും ഷിക്ഷിമ തന്റെ പ്ലാൻ അറിയിക്കുമ്പോൾ അയാളുടെ മനസ്സ് മാറുന്നുണ്ട്. കാരണം ഷിക്ഷിമയുടെ പ്ലാൻ ഗോഡ്സിലയുടെ മർമ്മസ്ഥാനം അതിന്റെ ഉള്ളിലായതുകൊണ്ട് ബോംബ് നിറച്ചൊരു ജെറ്റ് അതിന്റെ വായിലേക്ക് പറത്തിക്കയറ്റി ഒരു ചാവേറാക്രമണം. ടാച്ചിബാനയുടെ യുദ്ധവും ഇതുവരെ അവസാനിക്കാത്തതുകൊണ്ട് പിറ്റേ ദിവസം ജെറ്റ് റെഡിയാക്കാനായി അയാൾ വരുന്നു. അങ്ങനെ അവർ അവിടെ അതിന്റെ പണിയിലേർപ്പെടുമ്പോൾ ഗോഡ്സിലക്കെതിരെയുള്ള മറ്റൊരുക്കങ്ങളും അവിടെ തകൃതിയായി നടന്നു. ജീവൻ ആപത്തിലാകുമെന്നറിഞ്ഞിട്ടും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന സന്തോഷം എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞിരുന്നു. അങ്ങനെ ആ ദിവസം എത്താറായി. അവർക്ക് ലഭിച്ച വിവരമനുസരിച്ച് നാളെ രാവിലെ 11 മണിയോടെ ഗോഡ്സില അവരുദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും. അതുകൊണ്ട് 8 മണിക്ക് തന്നെ പുറപ്പെടാൻ എല്ലാവരും തയ്യാറെടുക്കണം. സോ അത്രയും നേരം സ്വന്തം കുടുംബവുമായി സമയം ചെലവഴിക്കാൻ അവർ തീരുമാനിക്കും. നാളത്തെ ദിവസം ഇവരെല്ലാം അതിജീവിക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. ഇവരുടെ രാജ്യം ഇത്രയും കാലം മനുഷ്യജീവന് പുല്ലുവിലയാണ് നൽകിയിരുന്നത്. യുദ്ധത്തിൽ പോകുമ്പോൾ ആവശ്യത്തിന് പടച്ചേട്ടയില്ലാത്ത ടാങ്കുകളായിരുന്നു കൊടുത്തിരുന്നിരുന്നത്. ആവശ്യ സമയത്ത് ഭക്ഷണവും മരുന്നും എത്താത്തതുകൊണ്ട് മരിച്ച കുറേയധികം പട്ടാളക്കാർ.
ഫൈറ്റർ ജെറ്റുകളിലാണെങ്കിൽ ഒരു ഇജക്ഷൻ സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അതും പോരാഞ്ഞിട്ട് അവസാനം ചാവേറാകാനുള്ള ആജ്ഞയും. ഇതിലും മോശം അവസ്ഥയിൽ ഈ സാധാരണക്കാർ ഗോഡ്സിലയെ തകർക്കാനായി മുന്നോട്ട് വരുമ്പോൾ ഒരാളെപ്പോലും ചാവേറാക്കാൻ മനസ്സില്ലാത്ത ഈ ഓപ്പറേഷനിൽ അഭിമാനം തോന്നുന്നു എന്നാണ് നോഡ പറയുന്നത്. എന്നാൽ അവരുടെ ഭാവിക്ക് വേണ്ടി ജീവിക്കാനുള്ള ഈ പോരാട്ടിൽ നമ്മുടെ പയ്യനായ മിസുഷിമയെ ചേർക്കാൻ നോഡയും ക്യാപ്റ്റനും തയ്യാറായിരുന്നില്ല. മിസുഷിമയെ ആ തീരുമാനം വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ രാജ്യത്തെ അവനെപ്പോലുള്ള ചെറുപ്പക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന സമാധാനമായിരുന്നു ക്യാപ്റ്റൻ ആക്കിറ്റ്സുവിന്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന ഷിക്ഷിമ കുഞ്ഞു ആക്കിക്കോയുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അമ്മയെ കാണാത്തതിലുള്ള വിഷമം ആക്കിക്കോക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം നേരത്തെ തന്നെ കുഞ്ഞിന്റെ അടുത്ത് ഒരു പൊതി വെച്ച ശേഷം ഷിക്ഷിമ ടാച്ചിബാനയുടെ അടുത്തെത്തി. അവിടെ അവൻ ആഗ്രഹിച്ചതുപോലെ പ്രൈവറ്റ് ജെറ്റ് റെഡിയായിരുന്നു. ടാച്ചിബാന അതിന്റെ സവിശേഷതകളെല്ലാം തന്നെ അവനോട് പറഞ്ഞു കൊടുക്കുന്നു. സ്വയം ഒരു ചാവേറാകാൻ പോവുകയാണെന്ന് അറിയാമെങ്കിലും ആക്കിക്കോയെ ആലോചിക്കുമ്പോൾ ജീവിക്കാൻ ഒരാഗ്രഹം അവന് വീണ്ടും തോന്നുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കുന്ന ടാച്ചിബാന ഒരു കാര്യം കൂടി അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതെന്താണെന്ന് നമുക്കിപ്പോൾ വ്യക്തമല്ല. ഇതേ സമയം ആക്കിക്കോ ഷിക്ഷിമ വെച്ച പൊതിയുമായി സുമിക്കോ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നു. കുഞ്ഞിനെ നോക്കാനുള്ള പണവും നന്നായി നോക്കണം എന്ന കുറിപ്പുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ ആ സമയം വന്നെത്തി. ഗോഡ്സിലയെ തകർക്കാനായി അവർ എത്തിയപ്പോൾ അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഗോഡ്സില ബേസിലേക്ക് കയറുന്നു. പക്ഷേ ഷിക്ഷിമ അവന്റെ പ്ലാനുമായി യാത്ര തിരിക്കുന്നു. അതവൻ നോഡയെ അറിയിക്കുന്നുമുണ്ട്. ഇതേ സമയം ഷിക്ഷിമയുടെ വീട്ടിൽ ഒരു കത്ത് വരുന്നു. അത് വായിക്കുമ്പോൾ സുമിക്കോ ചേച്ചി ഷോക്കാവുന്നത് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ ഷിക്ഷിമയെ കാണുമ്പോൾ അവൻ ഗോഡ്സിലയ്ക്കു നേരെ ഫൈറ്റർ ജെറ്റുമായി വരുന്നു. അവൻ അതിനെ ദേഷ്യം പിടിപ്പിക്കാനായി അതിനു ചുറ്റും പറക്കുമ്പോൾ കലി കയറിയ ഗോഡ്സില അവന് പിന്നാലെ വരാൻ തുടങ്ങി. അങ്ങനെ നോഡ പ്ലാൻ ചെയ്തതുപോലെ സഗാമി കിടങ്ങിലേക്ക് ഗോഡ്സിലയെ എത്തിക്കാൻ നമ്മുടെ ഷിക്ഷിമയ്ക്ക് സാധിക്കുന്നു. അങ്ങനെ ഗോഡ്സിലയെ അവരുദ്ദേശിച്ച സ്ഥലത്ത് കിട്ടുമ്പോൾ ഫ്രിയോൺ ഗ്യാസും സജ്ജീകരണങ്ങളുമെല്ലാം തയ്യാറാക്കിയ ശേഷം ആളുകളില്ലാത്ത 2 കപ്പലുകളെ ആക്രമിക്കാനായി മുന്നോട്ടയക്കുന്നു. അപ്പോഴായിരുന്നു അത് സംഭവിച്ചത്. ഗോഡ്സില അതിന്റെ മുഴുവൻ ശക്തിയും പുറത്തേക്കെടുക്കുന്നു. ആ നീലപ്രഭാവം അതിന്റെ ശരീരം മൊത്തം നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഒരു വലിയ വിസ്ഫോടനം തന്നെയായിരുന്നു. നോഡയുടെ പ്ലാൻ അനുസരിച്ച് 2 കപ്പലുകൾ ആദ്യമായി അയച്ചിരുന്നല്ലോ. അതിൽ ആളുകളൊന്നും ഇല്ലാതിരുന്നതിനാൽ ആർക്കും അപായമൊന്നും സംഭവിച്ചില്ല. കാരണം ഗോഡ്സിലയുടെ ആക്രമണത്തിൽ ചിന്നിച്ചിതറിയത് ആ 2 കപ്പലുകളായിരുന്നു. ഇനി ഗോഡ്സിലയ്ക്ക് അതിന്റെ പൂർണ്ണ ശക്തി വീണ്ടെടുക്കാൻ കുറച്ച് സമയം ആവശ്യമായി വരും. അത് മുന്നിൽ കണ്ട് നോഡയും കൂട്ടരും അവരുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. 2 കപ്പലുകളിലായി കൊണ്ടുവന്ന സിലിണ്ടറുകൾ ക്രെയിൻ ഉപയോഗിച്ച് ഗോഡ്സിലയ്ക്ക് ചുറ്റും അവർ ഒരു വലയം പോലെ നിരത്തി. അതേസമയം നമ്മുടെ ഷിക്ഷിമ ഗോഡ്സിലയുടെ ശ്രദ്ധ തിരിക്കാനായി അതിനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു നിമിഷം ഗോഡ്സിലയുടെ മുഴുവൻ ശക്തിയും നീലനിറത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് പ്രതിഫലിക്കും മുൻപ് അവിടെ അതിനു ചുറ്റും എയർ ബബിൾസ് വരുന്നു. അവർ കണക്കുകൂട്ടിയതുപോലെ ഗോഡ്സിലയെ കടലിന്റെ 1500 മീറ്റർ താഴെ എത്തിക്കാൻ അവർക്ക് സാധിച്ചു. കുറച്ചുനേരം എല്ലാം ശാന്തമായിരുന്നെങ്കിലും ആ മർദ്ദം കൊണ്ടൊന്നും ഗോഡ്സിലയെ നശിപ്പിക്കാൻ അവർക്കായില്ല. സോ അവർ പ്ലാൻ ബി എക്സിക്യൂട്ട് ചെയ്യാനായി ശ്രമിച്ചു. അതിനെ ആ ലെവിറ്റേഷൻ ഡിവൈസ് ഉപയോഗിച്ച് മുകളിലേക്ക് പൊക്കാനായി നോക്കിയപ്പോൾ അവർക്ക് അതിന് സാധിച്ചില്ല. കാരണം ഗോഡ്സില അവയെല്ലാം കടിച്ചു നശിപ്പിച്ചിരുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ ആ കേബിളുകൾ ഉപയോഗിച്ച് ഗോഡ്സിലയെ മുകളിലേക്ക് എത്തിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ അതിന് ശ്രമിച്ചപ്പോഴേക്കും ക്രെയിൻ ഒടിഞ്ഞു വീഴാൻ തുടങ്ങി. അവിടെ എല്ലാം തീർന്നു എന്ന് നിരാശരായിരിക്കുന്ന നോഡയും കൂട്ടുകാരെയും രക്ഷിക്കാനായി നമ്മുടെ പയ്യൻസ് മിസുഷിമ എത്തുന്നു. ഒപ്പം സഹായത്തിനായി കുറേയധികം ബോട്ടുകളും. അങ്ങനെ അവരെല്ലാവരും കൂടി ഒത്തുപിടിച്ച് ഗോഡ്സിലയെ മുകളിലേക്ക് വലിച്ചെടുത്തു. സമുദ്രത്തിന് മുകളിലെത്തിയ ഗോഡ്സിലയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല, കുറച്ചു പോറലുകളല്ലാതെ. വീണ്ടും അതിന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് ഒരു സ്ഫോടനം സൃഷ്ടിക്കാനായി ഗോഡ്സില്ല ഒരുങ്ങുമ്പോൾ മരണം മുന്നിൽ കണ്ട ഒരു നിമിഷമായിരുന്നു ഓരോരുത്തർക്കും. എന്നാൽ ആ നിമിഷം അവർക്കെല്ലാം രക്ഷകനായി നമ്മുടെ ഷിക്ഷിമ അവിടെ പറന്നെത്തി. സ്വയം ഒരു ചാവേറെന്ന പോലെ ആ ഫൈറ്റർ ജെറ്റ് ഗോഡ്സില്ലയുടെ വായിലേക്ക് അവൻ ഓടിച്ചു കയറ്റി. ആ നിമിഷം ഒരൊറ്റ പൊട്ടിത്തെറിയിൽ ഗോഡ്സില്ലയും കൂടെ നമ്മുടെ ഷിക്ഷിമയും നാമാവശേഷമായി. ഷിക്ഷിമ എല്ലാവർക്കും വേണ്ടി ചെയ്ത ഈ ത്യാഗം നോഡയ്ക്കും ക്യാപ്റ്റനും ഒന്നും തന്നെ സഹിക്കാനായില്ല. എല്ലാവരും സ്തംഭിച്ചു നിന്ന ആ നിമിഷം നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പാരച്യൂട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. യെസ്, നമ്മുടെ ഷിക്ഷിമ ജീവനോടെയുണ്ട്. പൈലറ്റ് ഇജക്റ്റ് ചെയ്തിരിക്കുന്നു. ഇതായിരുന്നു ടാച്ചിബാന അവനോട് പറഞ്ഞ രഹസ്യം. നമ്മുടെ ടാച്ചിബാന ചേട്ടൻ ഷിക്ഷിമയുടെ ജീവൻ രക്ഷിക്കാനായി സീറ്റിൽ ഇജക്ഷൻ സെറ്റ് ചെയ്തിരുന്നു.
ഒരു നീലപ്രകാശം ചുറ്റും നിറച്ച് ഗോഡ്സിലെ അവിടെ ഇല്ലാതാകുമ്പോൾ ഷിക്ഷിമ നാടിനു വേണ്ടി ചെയ്ത ധീരത കണ്ട് അവിടെയുള്ള എല്ലാവരും അവനെ സല്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഷിക്ഷിമയുടെ യുദ്ധം ഇവിടെ അവസാനിക്കുമ്പോൾ അവനെ തേടി സൊമിക്കോ ചേച്ചി എത്തുന്നു. കയ്യിൽ അന്ന് അവരെ തേടിയെത്തിയ ലെറ്റർ കൂടി ഉണ്ടായിരുന്നു. ആ ലെറ്ററുമായി അവൻ നേരെ ചെല്ലുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ആ ഹോസ്പിറ്റലിൽ നമ്മുടെ നോറിക്കോ ജീവനോടെയുണ്ട്. അന്ന് ഗോഡ്സിലൂടെ ആക്രമണത്തിൽ മരിച്ചുപോയെന്ന് കരുതിയ നോറിക്കോ പരിക്കുകളോടെ ഇവരുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ 3 പേരും ഒന്നിച്ചൊരു കുടുംബമായി ജീവിക്കാൻ തയ്യാറെടുക്കുന്നതും ഒരു തിരിച്ചുവരവെന്ന പോലെ ഗോഡ്സിലയുടെ ശരീരത്തിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു ഫാന്റസി ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.